നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഒരു വാഹനത്തിൽ വയർ ക്രിമ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വയർ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം? അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഫിറ്റ്മെൻറ്റ് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം? ഇങ്ങനെ ഒരു സംശയം എന്നോട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. ദ റേറ്റ് ഇൻകംപ്ലീറ്റ് ബട്ട് പെർഫെക്റ്റ് എന്നുള്ള പേരിലാണ്. ചോദ്യം ഇങ്ങനെയാണ്: രാകേഷ് ഏട്ടാ, പാർക്ക് ലൈറ്റ് വയർ ക്രിമ്പ് ചെയ്ത് ഒരു DRLന് പിന്നെ ഗ്രില്ല് ലൈറ്റിനും ഔട്ട് എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ലോഡ് കൂടുതലാകുമോ? ബേണിംഗ് ഇഷ്യൂ പോലെ എന്തെങ്കിലും വരുമോ? പ്ലീസ് റിപ്ലൈ. 100%. കാരണം എനിക്ക് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ കാര്യം, പലർക്കും ഇങ്ങനെ ഒരു സംശയം മനസ്സിൽ കാണും. കാരണം പാർക്ക് ലൈറ്റാണ് നമ്മൾ പാർക്ക് ഇടുന്ന സമയത്ത് കത്തുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഒരു ചെറിയ ലൈറ്റ്, അതായത് ഈ പറഞ്ഞ പോലെ ഗ്രിൽ ലൈറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് 100% കൊടുക്കാൻ സാധിക്കും. ഗ്രിൽ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്രില്ലയിൽ ഒരു 4 ലൈറ്റോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും LED ലൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു DRL കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ DRL തന്നെ പല ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ലൈറ്റ്, വളരെ കുറവായിട്ട് എമിറ്റ് ചെയ്യുന്ന LEDs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരുപാട് കറണ്ട് കൺസ്യൂം ചെയ്യുന്ന ടൈപ്പ് നല്ല വെട്ടമുള്ള LEDസും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ആ ടൈപ്പ് LED ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും പാർക്കിൻ്റെ ലൈനിൽ നിന്ന് കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും. DRL പൊതുവേ നമ്മൾ കൊടുക്കുന്നത് പാർക്ക് ലൈറ്റ് ഇടുമ്പോഴല്ല, ഒന്നെങ്കിൽ ഇഗ്നീഷൻ ഓൺ ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ലൈൻ, അതായത് എനിക്ക് തോന്നുന്ന ഒരു ബെലേനോ, ബ്രസ്സ, അങ്ങനെ കുറച്ച് വീഡിയോസിലൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്കൊരു ലൈൻ ഇഗ്നീഷൻ്റെ അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ വാഹനത്തിൽ അത് കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ആ രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ചെറിയ LED ലൈറ്റ്സ് ഒക്കെ നമുക്കൊന്ന് ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ലോഡ് കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ പാർക്ക് ലൈറ്റിൻ്റെ ബൾബ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, 5 വാട്ട്സിൻ്റെ ലൈറ്റാണ് വരുന്നത്. ഈ 5 വാട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 വാട്ട്സ് വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്താലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതിൻ്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ലൈൻസിന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകും, ഉരുകിപ്പോകും, ഫ്യൂസ് പോയാലും പിന്നെ പ്രശ്നമില്ല. പക്ഷേ ലൈൻസ് ഉരുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബേണിംഗ് ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വയറിങ്ങിൽ എന്ത് വർക്ക് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ അതിൻ്റെ ലോഡ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഏത് അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ ഈ 2 എക്സാമ്പിൾ പറഞ്ഞ ഒരു LED പാർക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു LED DRL ഫിറ്റ് ചെയ്യുന്ന മാത്രമല്ല, അഡീഷണൽ ആയിട്ട് എന്തൊരു കാര്യം നിങ്ങളുടെ വാഹനത്തിൽ ആഡ് ചെയ്താൽ പോലും, ഇപ്പോൾ ഒരു ഹോൺ നമ്മൾ ആഡ് ചെയ്യുകയാണ്, നമുക്കൊരു സിംഗിൾ ഹോൺ വരികയാണെങ്കിൽ ഡ്യുവൽ ഒരു വിൻടോൺ ഹോൺ ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചിലരുണ്ട് ഒരു 4 ഹോൺ ഒന്നിച്ച് ഫിറ്റ് ചെയ്യാതൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരു റിലേ കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തോണം. നമ്മുടെ വാഹനത്തിൽ ലോഡ് കൂടി എന്തെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാറ്ററിയിൽ നിന്നും ഒരു റിലേ കൊടുത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉറപ്പായിട്ടും വരത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈനിൽ നമ്മൾ ക്രിമ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിലോട്ട് നമ്മൾ വേറെ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ലോഡ് കൂടി ഒരു കാര്യം കൊടുക്കരുത്. കാരണം കമ്പനി വയറിങ് കത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും വയറിങ് വേറെ വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് കൃത്യമായിട്ട് ഏതൊരു കാര്യമാണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക.